ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് അനുമോൾ, ബിഗ് ബോസ് സീസൺ 7 വിന്നർ, കപ്പ് തൂക്കിയതിന് ആദ്യം തന്നെ വിന്നർ അനുമോക്ക് ഒരു കൺഗ്രാറ്റ്സ്. പിന്നെ വേറെ ഒന്നുമില്ല, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിനൊപ്പം ആ, നിന്ന് സത്യം ജയിച്ചതിൻ്റെ ഒരു സന്തോഷമാണ്. സത്യത്തിനൊപ്പം നിന്ന് സംസാരിച്ചു. ആ സത്യം ജയിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായങ്ങളിലൂടെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അനു. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, കമൻറ്റുകളിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ പി ആർ അല്ലേ, 16 ലക്ഷം രൂപയുടെ പി ആർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രൂപ പോലും, ഒരു രൂപയുടെ കാലിച്ചായ പോലും മേടിക്കാതെയാണ് ഈ പറഞ്ഞിട്ടുള്ള അനുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ ഒരു ഷോയ്ക്ക് ഡിസർവ്ഡ് ആണെന്ന് തോന്നിയോണ്ട് മാത്രമാണ്. കാരണം അത്രമാത്രം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ആ ഒരു ഷോയുടെ അകത്ത് നിന്ന് ആ, സഹിച്ച് പിടിച്ചാണ് ഈ ഒരു ആ, കപ്പ് ഉയർത്തി അനുമോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ, അല്ലേ? അപ്പം പുള്ളിക്കാരിയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഈ ഒരു ഷോ ലൈവും അതുപോലെ എപ്പിസോഡും എല്ലാം കണ്ട് വിലയിരുത്തി എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് വിരോധം ഉണ്ടായി കാണും. കോ കണ്ടസ്റ്റൻസുകളായിട്ടുള്ള ആൾക്കാർക്ക് പോലും നമ്മളോട് ദേഷ്യം തോന്നിക്കാണും. പക്ഷേ അതൊരു എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. ഞാനും അത് വിട്ടു. കാണും ഒരുപാട് ഞാൻ ഇതിൻ്റെ ഈ ഒരു ഷോ കണ്ട് വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഷോയിൽ കോ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആ, നിന്നിട്ടുള്ള ആൾക്കാരെയും അതുപോലെ ഇപ്പം ടോപ്പ് 5 വന്നിട്ടുള്ള ആൾക്കാരെയും എല്ലാവരെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഈവൻ അനുമോളെ ഉൾപ്പെടെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അപ്പം വിമർശിക്കേണ്ട സമയത്ത് എൻ്റെ കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലതല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പം എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. അപ്പം ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരവിടെ കളിച്ച് ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിച്ചതെല്ലാം അവിടെ കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇനി അവരെന്താണ് കാണിക്കുകയെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അഭിപ്രായം പറയേണ്ടത് ഇതായിട്ട് വരും. പക്ഷേ ഗെയിം കഴിഞ്ഞു. അതുപോലെ എൻ്റെ ആ ഒരു ഗെയിമിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും വ്യക്തിപരമായിട്ട് അല്ല എന്ന് ഞാൻ ആദ്യം പറയുവാണ്. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവരെ വിമർശിച്ചിട്ടുള്ളത്. ഓക്കെ, ഈവൻ ശൈത്യ ഉൾപ്പെടെ, ശൈത്യ എനിക്ക് ഒന്ന് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി കാണുവാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് പറയുന്നത്. അപ്പം പിന്നെ ഈ ഒരു സീസൺ 7 കപ്പ് ഉയർത്താൻ ഏറ്റവും അർഹതപ്പെട്ടൊരു വ്യക്തി അനു തന്നെയാണ് എന്ന് കരുതി അനീഷിനെ ഞാൻ കൊച്ചാക്കി സംസാരിക്കുമല്ല. അനീഷ് അർഹനല്ല എന്നല്ല, അനീഷും അർഹൻ തന്നെയാണ്. ഒരു കോമണറായിട്ട് കയറി വന്ന് ഒരു ഈ പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു സൈഡിൽ നിൽക്കണമെങ്കിൽ അത് സമ്മതിച്ചേ പറ്റൂ. പുള്ളിയുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റി കൊണ്ടിട്ടാണ്. കാരണം ഇത് അക്ബർ എവിക്റ്റായി പോയ സമയത്ത് അക്ബർ അനീഷിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് അക്ബർ ആ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങി എവിക്റ്റായി പുറത്തു പോകാൻ നേരത്ത് അക്ബർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലേ, ഇതൊരു ഗെയിമാണ്, ഞാനിവിടെ ക്ലോസ് ചെയ്തിട്ട് പോകുന്നു. സൂപ്പറായിട്ട് അക്ബർ ഗെയിം കളിച്ചിട്ടുണ്ട്. ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അക്ബറിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ സൂപ്പറായിട്ട് ഗെയിം കളിച്ച് നല്ല രീതിയിൽ ഇറങ്ങി വന്നൊരു വ്യക്തിയാണ് അക്ബർ. അപ്പം അനീഷിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, അനീഷ് നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലാലറ്റിൻ്റെ ഒരു സൈഡിൽ നിൽക്കാൻ അനീഷിന് സാധിച്ചത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ അനുവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഈ ഒരു, എനിക്ക് തോന്നുന്നു, ഒരു ഫിനാലെ വീക്ക് എത്തി നിൽക്കുന്ന സമയത്ത് പോലും 95, 96, 97 ഡേയ്സിൽ പോലും, അല്ലേ, ഒരുപാട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി മാനസികമായിട്ട് തകർന്നു നിൽക്കുന്നൊരു അനുവിനെയാണ് നമ്മൾ കണ്ടത്. അപ്പം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു കപ്പ് തൂക്കിയേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരാളെ കയ്യിലാണ് ഈ കപ്പ് കിട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് പി ആറിൻ്റെ കാര്യം പറഞ്ഞ് 18 ലക്ഷം അല്ലെങ്കിൽ 16 ലക്ഷം 15 ലക്ഷം പി ആറിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടായിരിക്കും. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ സീസണിനകത്ത് പി ആർ ഇല്ലാത്തതായിട്ട് ആരുമില്ല. പിന്നെ ഈ 16 ലക്ഷത്തിൻ്റെ തെളിവ് എവിടെയും നമ്മൾ കാണുന്നില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ ഇത് പി ആറിൻ്റെ ബലത്തിലാണ് അനു ജയിച്ചെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തൊപ്പി
അനീഷിന് വോട്ട് പിടിച്ചത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അങ്ങനെയെങ്കിൽ PR-ൻ്റെ ബലത്തിലാണ് അനു ജയിച്ചതെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒരു എക്സാമ്പിൾ എനിക്ക് ചൂണ്ടിക്കാനൊക്കെയാണുള്ളൂ. അല്ല, അനീഷിന് വേണ്ടിയിട്ട് തൊപ്പി വോട്ട് പിടിച്ചല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് പോലും അനു കപ്പടിക്കണമെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ, ബിഗ് ബോസ് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള, ഇത് കണ്ട് വോട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, ജനങ്ങളുണ്ട്. അവരെ വിധിയാണ് നമ്മളിന്ന് കണ്ടത്, അല്ലേ? അവരെ വിധിയാണ് നമ്മളിന്ന് കണ്ടത്, അനു കപ്പ് തൂക്കുന്നത്. പിന്നെ തൊപ്പിയുടെ ലൈവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അത് നാളെ സംസാരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. തൊപ്പിയുടെ ഈ അനീഷിന് വേണ്ടിയിട്ടുള്ള വോട്ട് പിടിയും അതുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്കും സംസാരിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നാളെ സംസാരിക്കാം. പിന്നെ ബാക്കി എല്ലാവരും ഇന്ന് ടോപ്പ് 5-ൽ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം എവിക്റ്റായി പോകുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവരെല്ലാം എവിക്റ്റായി പുറത്ത് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള വ്യക്തി വൈരാഗ്യമോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല. എല്ലാ ആൾക്കാരോടും അവർ ഈ പറഞ്ഞിട്ടുള്ള എവിക്റ്റായി വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം അവരെയൊക്കെ ഗെയിം അവിടെ തീർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിന് വെളിയിലേക്ക് അവർ വന്നത്, ലാലേട്ടൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ചില ആൾക്കാർക്ക് അത് നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം. ചിലപ്പം ചില ആൾക്കാർ വിചാരിക്കും അനീഷിനെ താഴ്ത്തി കിട്ടുവാണെന്ന്. ഒരിക്കലുമല്ല. പക്ഷേ എനിക്ക് തോന്നി, ഞാൻ ലൈവിനകത്ത് കണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കാമായിരുന്നു അനുവിന്. ഞാൻ ലൈവിൽ കണ്ടില്ല. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു സങ്കടം തോന്നും. കാരണം എനിക്ക് കപ്പ് കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം തോന്നും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്, ഒരാളെ വിൻ ചെയ്യും. അപ്പം അത് പ്രേക്ഷക വിധി പ്രകാരമാണ് ജയിക്കുന്നതെന്ന് മനസ്സിലാക്കും. ഞാൻ ഇവിടെ അനീഷിനെ നെഗറ്റീവ് ആക്കുമല്ല, പക്ഷേ ഞാൻ ലൈവിനകത്ത് കണ്ടില്ല, എപ്പിസോഡിനകത്ത് കണ്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എപ്പിസോഡ് ഇപ്പം നമ്മൾ ലൈവിനകത്ത് കണ്ടത് തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷേ അത് അനുവിൻ്റെ അടുത്ത് കൺഗ്രാറ്റ്സ് പറയുന്നതോ ഒരു ഷേക്ക് ഹാൻഡ് പോലും പറയുന്നതോ ഞാൻ കണ്ടില്ല. സാധാരണ അനീഷിന് ഒരു ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കുന്ന ഒരു അനീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പ്രശംസിക്കുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രശംസിക്കുകയും കൈ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ അനീഷിന് സങ്കടം ആയതുകൊണ്ടായിരിക്കാം, ഒരുപാട് വിഷമം പുള്ളിക്കാരന് തോന്നിയോണ്ടായിരിക്കാം ആ സമയത്ത് ഇനി അങ്ങനെ അനുവിൻ്റെ ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ പുള്ളിക്കാരന് തോന്നാതെ. പക്ഷെ ഞാനത് കണ്ടില്ല. ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ, കാരണം ഞാനത് കണ്ടില്ല കേട്ടോ. എനിക്ക് സ്കിപ്പായി പോയതാണെന്നോ അറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കൺഗ്രാറ്റ്സ് പോലും പറയുന്നതോ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മൈജി കൊടുക്കുന്ന 5th പൊസിഷനും അതുപോലെ 4th പൊസിഷനും അതുപോലെ 3rd പൊസിഷനും കൊടുക്കുന്ന സമ്മാനത്തിൽ ഷാനവാസിന് കൊടുക്കുന്ന പ്രൈസും ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, അതെന്താണെന്ന് കണ്ടില്ല. മറ്റ് 2 പേർക്കും കൊടുക്കുന്നത് കണ്ടു. ഈ പറഞ്ഞിട്ടുള്ള അക്ബറിന് പാർട്ടി വെയർ JBLൻ്റെ, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നെവിന് റെഫ്രിജറേറ്റർ, ഷാനവാസിൻ്റെ ഞാൻ കണ്ടില്ല, അതും കാണിച്ചില്ല. അപ്പോൾ ലൈവ് എനിക്ക് സ്കിപ്പായി പോകുന്നതാണെന്ന് എനിക്കറിയത്തില്ല. കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അനുവിന് ഒന്നുകൂടെ കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. കാരണം സത്യത്തിനൊപ്പം നിന്ന് അഭിപ്രായം പറയാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം ഇനിയും വേണം. അപ്പം അടുത്ത സീസണിൽ വീണ്ടും അഭിപ്രായങ്ങളുമായിട്ടൊക്കെ ഞാൻ വരാം. അപ്പം എന്ന് പറഞ്ഞ് നമ്മളിവിടെ വീഡിയോ ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പഴയതുപോലെ നമ്മളെ റിയാക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ വിഷയത്തിൽ നമ്മൾ ഞാൻ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടൊക്കെ ബാക്കി കാര്യങ്ങൾ നാളത്തെ വീഡിയോസിനകത്തൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി, സീ യു.